രാജ്യത്ത് പേരുമാറ്റൽ തകൃതിയായി തുടരുകയാണ്. ബി.ജെ.പി. ഭരണത്തിന് കീഴിൽ ചരിത്രപരമായി പ്രാധാന്യമുള്ള നഗരങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേരുകൾ തുടർച്ചയായി മാറ്റുന്നത് വലിയ വിമർശനം ഏറ്റുവാങ്ങുന്നതിനിടെ രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയുടെ പേര് തന്നെ മാറ്റണമെന്ന ആവശ്യവുമായി ബി.ജെ.പി. വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. ബി.ജെ.പിയുടെ ചാന്ദ്നി ചൌക്ക് എം.പി. പ്രവീൺ ഖണ്ഡേവാൾ ന്യൂഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥം എന്ന് പുനർനാമകരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ രാജ്യത്തെ പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റണമെന്നത് ബി.ജെ.പിയുടെ ഒരു നിർബന്ധ അജണ്ടയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. എം.പിയുടെ ഈ ആവശ്യം കേവലം ഒരു സ്ഥലപ്പേര് മാറ്റം എന്നതിലുപരി ബി.ജെ.പിക്ക് എത്രത്തോളം പേരുകൾ മാറ്റുന്നതിൽ താല്പര്യമുണ്ട് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം ന്യൂഡൽഹിയുടെ പേര് മാറ്റുന്നതിനോടൊപ്പം മറ്റ് രണ്ട് പ്രധാന സ്ഥാപനങ്ങളുടെ പേരും ഉടൻ മാറ്റണമെന്നും എം.പി. കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ആവശ്യങ്ങൾ എന്ന് വിശദീകരിക്കാം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ പേര് ഇന്ദ്രപ്രസ്ഥ ജംഗ്ഷൻ എന്നാക്കി മാറ്റണം. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഇന്ദ്രപ്രസ്ഥ വിമാനത്താവളം എന്ന് പേര് നൽകണമെന്നും കത്തിൽ പറയുന്നു. ഈ പേരുകൾ മാറ്റുന്നതിന് എം.പി. പറയുന്ന കാരണങ്ങൾ ശ്രദ്ധേയമാണ്. പുരാതനമായ ഇന്ദ്രപ്രസ്ഥം എന്ന പേര് നമ്മുടെ മഹത്തായ പൈതൃകത്തെയും നീതിനിഷ്ഠമായ ഭരണത്തെയും ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആത്മാവിനെയും പ്രതീകപ്പെടുത്തുന്നുവെന്നും ഈ മാറ്റം ദേശീയ അഭിമാനം വർദ്ധിപ്പിക്കുമെന്നും കത്തിൽ പറയുന്നു. എന്നാൽ ചരിത്രത്തോട് നീതി പുലർത്താൻ പാണ്ഡവന്മാരുടെ പ്രതിമകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം കൂടി എം.പി. മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതോടെ ചരിത്രപരമായ പൈതൃകവാദം മുൻനിർത്തി ഒരു പ്രത്യേക രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ എന്ന വിമർശനം ശക്തമാകുന്നു. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബി.ജെ.പിയുടെ തന്ത്രമാണ് ഇത്തരം പേരുമാറ്റലുകൾ എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് ഈ നീക്കം കൂടുതൽ ബലം നൽകുന്നു. ബി.ജെ.പി. ഭരണത്തിൽ രാജ്യത്ത് തുടർച്ചയായി പേരുമാറ്റുന്ന ഒരു പാറ്റേൺ നിലനിൽക്കുന്നുണ്ട്. ഡൽഹിയിൽ മാത്രം അടുത്ത കാലത്ത് നടന്ന പ്രധാനപ്പെട്ട ചില പേരുകൾ മാറ്റിയ സംഭവങ്ങൾ ഇതിന് തെളിവാണ്. രാജ്പഥ് എന്ന പേര് മാറ്റി കർത്തവ്യപഥ് എന്നാക്കി. രാഷ്ട്രപതി ഭവനിലെ ചരിത്രപ്രസിദ്ധമായ മുഗൾ ഗാർഡൻ അമൃത് ഉദ്യാൻ എന്നാക്കി. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമായി മാറി. ഡൽഹിക്ക് പുറത്തും സ്ഥിതി വ്യത്യസ്തമല്ല. ഉത്തർപ്രദേശിലെ ഔറംഗാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ പേര് മാറ്റിയതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഈ പ്രതിഷേധങ്ങൾക്കിടയിലും രാജ്യതലസ്ഥാനത്തിന്റെ പേര് തന്നെ മാറ്റണമെന്ന ആവശ്യം ബി.ജെ.പി. മുന്നോട്ട് വെക്കുമ്പോൾ രാജ്യത്തെ സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നിർബന്ധ വിഷയമാണ് എന്ന് വ്യക്തമാകുന്നു. ഇത്തരത്തിൽ ചരിത്രപരമായ കാരണങ്ങൾ മുൻനിർത്തി ചില പ്രത്യേക പേരുകളെ ഒഴിവാക്കാനും താല്പര്യമുള്ള പേരുകളെ അടിച്ചേൽപ്പിക്കാനുമുള്ള ശ്രമം രാജ്യത്തിന്റെ വൈവിധ്യപൂർണമായ ചരിത്രത്തിന് നേരെയുള്ള കയ്യേറ്റമായിട്ടാണ് പ്രതിപക്ഷ പാർട്ടികളും ചില ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയും നിർണായകമായ ഒരു ആവശ്യത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിലാണ് ഇനി എല്ലാവരുടെയും കണ്ണ്. പേര് മാറ്റാൻ ആരെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കുകയും അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുകയും ചെയ്യുകയാണ് പലപ്പോഴും ഡൽഹിയിലെ പ്രധാന സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റിയപ്പോൾ കണ്ടിട്ടുള്ളത്. ബി.ജെ.പി. എം.പിയുടെ ഈ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ അത് രാജ്യത്തുടനീളം വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഈ വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഇതുവരെ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും എന്തിനാണ് ബി.ജെ.പി. ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് എന്ന ചോദ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞു. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയുടെ പേര് പോലും മാറ്റാൻ ബി.ജെ.പിക്ക് യാതൊരു മടിയുമില്ല എന്ന സന്ദേശമാണ് ഈ ആവശ്യം നൽകുന്നത്.